ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പല സമർപ്പണം നടന്നു. ശിവഗിരിമഠം സ്വാമി വിശുദ്ധാനന്ദ സ്വാമികൾ ചുറ്റമ്പല സമർപ്പണ കർമ്മം നിർവഹിച്ചു. ബ്രഹ്മകലശ അഭിഷേകത്തിനും വിശേഷാൽ പൂജകൾക്കും ശേഷമായിരുന്നു ഭദ്രദീപം കൊളുത്തി ചുറ്റമ്പല സമർപ്പണം നടത്തിയത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിമനോഹരമായ ചുറ്റമ്പലത്തിന്റെ സമർപ്പണ ചടങ്ങും അതിനോടനുബന്ധിച്ചുള്ള സമ്മേളനവുമാണ് നടക്കുന്നത്. നേരത്തെ തന്നെ ചെമ്പുപൂശിയ പ്രധാനപ്പെട്ട ചടങ്ങുകൾ വിഗ്രഹപ്രതിഷ്ഠയും മറ്റുമൊക്കെ നടന്നിരുന്നെങ്കിലും ചുറ്റമ്പലം എന്ന ആശയം അർത്ഥപൂർണമാക്കാൻ സമയമെടുത്തു. എന്നാൽ പുതിയ കമ്മിറ്റി ഈ കാര്യത്തിൽ ശ്രദ്ധാപൂർവമായ പ്രവർത്തനം നടത്തി ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ആ ചുറ്റമ്പലവും സമർപ്പിക്കപ്പെട്ടതോടെ ഈ നാട് ആഗ്രഹിച്ച രൂപത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ച പുതിയ ഭരണസമിതിയെ ദേവസ്വം വകുപ്പിന് വേണ്ടി തന്നെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാജി അധ്യക്ഷത വഹിച്ചു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്ര സമർപ്പണം നടത്തിയ ശിവഗിരി മഠത്തിലെ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദേവതകൾ നാമരൂപങ്ങളോടുകൂടി ഈ ലോകത്ത് അങ്ങനെ സർവ്വജനങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദേവതകൾ. അതെന്തുകൊണ്ടെന്നാൽ പ്രണവസ്വരൂപികളാണ് ഈ ദേവതകളൊക്കെ. അതുപോലെ തന്നെ ചേർത്ത് നിൽക്കുകയാണ് ഈശ്വരൻ്റെ ശക്തിയായിരുന്ന ദേവി പല രൂപത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് പി സോമരാജൻ, ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ, SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ, KLDC ചെയർമാൻ PV സത്യനേശൻ, കളവങ്കോടം ദേവസ്വം പ്രസിഡന്റ് CK ഷാജി മോഹൻ, വാരനാട് ദേവസ്വം സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേവസ്വം സെക്രട്ടറി K ഷിബു സ്വാഗതവും ഖജാൻജി K ചിദംബരൻ നന്ദിയും പറഞ്ഞു. ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഇവിടെ ഷഷ്ടി ദിവസം വന്ന് ഇവിടെ ആരാധിക്കാൻ, ഷഷ്ടികർമ്മം ചെയ്യാനും പൂജിക്കാനും പ്രാർത്ഥിക്കാനും വരുന്നത്. അവർക്കൊരു പ്രാഥമിക ആവശ്യം നടത്താനും അവർക്ക് വിശ്രമിക്കാനും ഇടത്താവളമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന ഒരു കൺവെൻഷൻ സെൻ്റർ കിട്ടിയാൽ അതെന്തുകൊണ്ട് സൗകര്യമാണ്. അത് തരേണ്ടത് ടൂറിസം മന്ത്രിയാണ്.